ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ക്ലേ മേക്കിംഗ് ആയിട്ടാണ്. എന്ത് ക്ലേ? ഹോം മെയ്ഡ് ആയിട്ട് നമുക്ക് എങ്ങനെ ക്ലേ മേക്ക് ചെയ്യാം. മണ്ണ് വെച്ച് ഇപ്പം എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന അത് വെച്ചിട്ട് ഒരുപാട് പേര് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം നമുക്കും ഉണ്ടാക്കിയല്ലോ ഹോം മെയ്ഡ് ക്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കൂട്ടരാദ്യമായിട്ട് നമുക്ക് മണ്ണാണ്, ഈ മണ്ണല്ല കേട്ടോ, ഇതുപോലെ അത് കയ്യിൽ വെച്ചിരിക്കുന്നത് ഇതുപോലത്തെ മണ്ണാണ് നമുക്ക് വേണ്ടത്. അത് ഒത്തിരി ഉള്ളിൽ നിന്ന് കുഴിച്ചെടുക്കണം കേട്ടോ, കല്ല് മണ്ണൊക്കെ കാണും. അപ്പോൾ അത് നമ്മളിതുപോലെ അത് ചെയ്യുന്ന പോലെ വെള്ളത്തിൽ ഓസ് അല്ലാതെ സാധാ ബക്കറ്റിൽ വെള്ളം എടുത്ത് ആ മണ്ണ് അതിൻ്റെ അകത്ത് ഇടണം. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള കല്ലും പൊടിയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം കേട്ടോ. ഇതുപോലെ ചെളിവെള്ളം പോലെ ആവും, ഇതുപോലെ. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള കല്ലും മണ്ണൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് നല്ലപോലെ റിമൂവ് ചെയ്ത് വെച്ച് എന്നിട്ട് നമ്മുടെ കൈ നല്ലപോലെ സോപ്പിട്ട് കഴുകണം കേട്ടോ. പ്രത്യേകിച്ച് കഴുകണം. ചിലപ്പോൾ മണ്ണിലുള്ള ബാക്ടീരിയൊക്കെ നമ്മുടെ കയ്യിലെ നഖത്തിലൊക്കെ കയറി പിന്നെ നമ്മുടെ വായിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൽ മെയിനായിട്ട് ഹാൻഡ് വാഷിങ് മസ്റ്റാണ് നമ്മളെ കളിമണ്ണ് ക്ലേ ഉണ്ടാക്കുമ്പോൾ. അതിന് ശേഷം നമ്മൾ അത് വെച്ചിരുന്ന അത് ഒരു കലത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നേ, അരിച്ചിട്ട് കല്ല് മാറ്റി. എന്നിട്ട് ഒരു തുണി വെച്ച് മറച്ച് ഒരു 2 മണിക്കൂറത്തേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമുക്കറിയാം സെഡിമെൻറ്റേഷൻ, അടിയിക്കലെന്ന് പറയുന്ന പ്രോസസ്സാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതായത് നമ്മൾ വാട്ടർ സെപ്പറേറ്റഡ്, പിന്നെ മണ്ണ് ആ ഒരു ചെളി താഴേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വാട്ടർ സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയാം, ഈ വാട്ടർ നമ്മൾ കളയണം. എന്നിട്ട് ആ അടിയിലുള്ള മണ്ണാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നമ്മൾ എന്നിട്ട് ആ മണ്ണൊക്കെ അരിച്ച് ഇതുപോലെ ആ മണ്ണ് നമുക്ക് ചെളി പോലെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി 1 ഡേ ഉണക്കാൻ വെക്കണം. ഒരു സ്ഥലത്ത് ഞാൻ തോട്ടിൽ ഇതുപോലെ വെച്ചിരിക്കുകയാണ്. ഇതുപോലെ കുറച്ച് ചെളിയേ കിട്ടിയിട്ടുള്ളൂ നമുക്ക്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അരിച്ചപ്പോൾ ആ ചെളിയും കൂടെ അങ്ങ് പോയിട്ടോ. അങ്ങനെ നമുക്കൊരു അബദ്ധം പറ്റി. അപ്പം നമുക്ക് നാളെ നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കിട്ടിയിട്ടുള്ളൂ, അത് നമ്മളൊരു അബദ്ധം പറ്റിയതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചതിലും അത്യാവശ്യം നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഇന്നലെ വൈകുന്നേരം വെച്ചിട്ട് ഇന്ന് രാവിലെ എടുത്തു കേട്ടോ. നിങ്ങൾ ഇന്ന് വൈകുന്നേരമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കൂടെ നല്ല പ്രോസസ്സായിട്ട് കിട്ടുമായിരുന്നേ. നമുക്കത് ഇതുപോലെ കിട്ടി. നമുക്കൊരു ഇച്ചിരി ഒരു വെപ്രാളം കൂടിപ്പോയി. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ക്ലേ കേട്ടോ.